നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ദുൽഖർ സൽമാൻ പ്രൊഡ്യൂസ് ചെയ്ത് ദുൽഖർ സൽമാൻ കാമിയ റോളിൽ അഭിനയിക്കുന്ന ലോകയുടെ ട്രെയിലർ ലോഞ്ചാണ് ഇന്ന്. അപ്പം ട്രെയിലർ ലോഞ്ച് പോകാണ്ട് ഞാൻ ചാണാശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഗ്രാൻഡ് പരിപാടിയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞങ്ങളങ്ങോട്ട് നേരിട്ട് ദുൽഖർ സൽമാൻ ഒന്ന് കാണാം, ആ ട്രെയിലർ ലോഞ്ച് ഒന്ന് നേരിട്ട് കാണാം, ട്രെയിലർ ഒന്ന് കാണാം എന്നുള്ള ആ ഒരു ആകാംക്ഷ ഞങ്ങൾ പോവാണ്. ഞാനും നമ്മുടെ ഒരു ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ലോക എന്ന സിനിമ ഇത്രയ്ക്ക് ജനങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കല്യാണി പുരുഷൻ നായികയായോണ്ടോ അല്ലെ നസ്ലിൻ അഭിനയിച്ചുകൊണ്ടോ അല്ലോ ടോണി തോമസ് കാമിയ റോൾ ചെയ്തുകൊണ്ടൊന്നും അല്ല. ഒറ്റ പേര്, വണ്ണാനുള്ളി ദുൽഖർ സൽമാൻ. ദുൽഖർ സൽമാൻ അതിനകത്ത് കാമിയ റോൾ വരുന്നുണ്ട്. ദുൽഖർ സൽമാൻ അതിൻ്റെ പ്രൊഡക്ഷനാണ്, പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ്. ആ ഒറ്റൊരു പേരിലാണ് പടം ഇത്ര ഹൈപ്പിൽ പോയിരിക്കുന്നത്. വലിയൊരു പടമായി മാറിയിരുന്നു, വലിയ സ്കെയിലായി മാറിയിരുന്നു. ദുൽഖർ സൽമാൻ്റെ പുറത്തുള്ള ഡിസ്ട്രിബ്യൂട്ടേഷൻ കൊടുക്കുന്നുണ്ടല്ലോ, ഇന്ത്യക്ക് വെളിയിലൊക്കെ വമ്പ ടീമിനാണ് കൊടുത്തിരുന്നത്. അത് തന്നെ ഹൈപ്പല്ലേ. പിന്നെ ദുൽഖർ സൽമാൻ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പറയുമ്പം തന്നെ ഹൈപ്പായി. അതിനകത്ത് അഭിനയിക്കണമെന്നൊന്നുമില്ല. പിന്നെ കാമിയ റോളുണ്ട്. അപ്പം എന്തായാലും കാമിയ റോൾ പൊളിച്ചെടുക്കും. എന്തായാലും കിഡിലും പടമായിരിക്കും. കാര്യം ഈ പടത്തിൽ ഇത്ര ഹൈപ്പ് വരാൻ കാര്യം അത് വേറൊന്നും കൊണ്ടല്ല, അത് നമ്മുടെ എല്ലാം സ്വന്തം ഡി ക്യുവിൻ്റെ ഒറ്റ പേരാണ്. ആ പ്രൊഡ്യൂസ് എന്നുള്ള പേര് കേട്ടപ്പോൾ തന്നെ പടം ഹൈപ്പായി. അല്ല കല്യാണ പ്രിയസിനോ നസ്ലിനോ അഭിനയിച്ചുകൊണ്ടല്ല പടത്തിന് ഇത് ഹൈപ്പ് വന്നത്. ഇവർ രണ്ടും മാത്രം അഭിനയിച്ച് ദുൽഖർ പ്രൊഡ്യൂസും ചെയ്തിട്ടില്ല, കാമിയ റോളും ചെയ്തിട്ടില്ല. ഈ പടം ഓണത്തിൽ ഏറ്റവും ചെറിയ പടമാവുകയും ചെയ്യും. ഹൈപ്പും കയറത്തില്ല, പ്രൊമോഷനൊന്നും ഇത്രയും കാണത്തില്ല, വേറെ ഏത് പ്രൊഡ്യൂസറാണെങ്കിലും കാണത്തില്ല. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ ദുൽഖറിൻ്റെ പ്രൊഡക്ഷൻ ആയതുകൊണ്ടാണ് പടത്തിൽ ഇത്ര വലിയ പ്രൊമോഷൻ, പുറത്തൊക്കെ നല്ല വലിയ ഡിസ്ട്രിബ്യൂഷനൊക്കെ ഏറ്റെടുത്തിരിക്കുന്നതും ഇത്ര ഹൈപ്പ് കയറുന്ന പടത്തിന്. അതായത് ദുൽഖർ സൽമാൻ പവറാണ് മനസ്സിലായത്. മമ്മൂക്ക ലാലേട്ടൻ കഴിഞ്ഞാൽ തിയേറ്ററിലേക്ക് ആളെ ഇടിച്ചെള്ളി കയറ്റാൻ ഹെൽപ്പുള്ള ഒറ്റ നടനെ യൂത്തന്മാർ കൊടുത്തിട്ടുള്ളൂ. അത് പേര് ദുൽഖർ സൽമാൻ എന്നാണ്. വേറെ ഏത് നടന്മാർ വന്നാലും ആ പടത്തിന് കാമിയ റോൾ ചെയ്താലും ഫുൾ പടം ചെയ്താലും അതിന് ഫസ്റ്റ് ഡേ ആണ് ആൾ കയറത്തില്ല. പടം നല്ലതാണ് കയറും. ഇപ്പോൾ കല്യാണ പ്രിയസിൻ്റെയൊക്കെ പടം നല്ലതാണ്, ആൾക്കാർ കയറും. പക്ഷേ ഇത് പടം ഫസ്റ്റ് ഡേ ഇത്ര ആൾ കയറ്റാനുള്ള ആംബിയൻസ് ദുൽഖർ സൽമാൻ കാമിയ റോൾ വരുന്നതുകൊണ്ടും ദുൽഖർ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. അതാണ് ദുൽഖറിൻ്റെ പവർ. ഇന്നത്തെ ടോവിനോ തോമസ് കാമിയ റോളുണ്ട്. ടോവിനോ തോമസ് കാമിയ റോൾ ചെയ്തെന്നും പറഞ്ഞ് ആൾക്കാർ ഇടിച്ചൊള്ളി കയറുന്നില്ല. ടോവിനോ തോമസിൻ്റെ ഒരു പടം നായനായിട്ടുള്ള പടം വന്നാൽ പോലും ഫസ്റ്റ് ഡേ ആൾ കയറത്തില്ല. പിന്നെ കാമിയ റോൾ വന്ന് കയറണേ. അതാണ് ദുൽഖർ സൽമാൻ്റെ പവർ. അപ്പം ഞങ്ങൾ ട്രെയിലർ ലോഞ്ചിന് പോകണേ. ട്രെയിലർ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. കിഡിലും പടമാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആ ഹൈപ്പ് കണ്ടില്ലേ, ദുൽഖർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞപ്പോൾ പടം ഹൈപ്പാണ്. അപ്പം നായനൊക്കെ ആകുമ്പോൾ ഉള്ള ഹൈപ്പ് പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് പ്രൊഡ്യൂസറായിട്ട് ഇത്ര ഹൈപ്പ് പടത്തില്ല. എന്നാ ഹൈപ്പ് അവിടെ ഉള്ള കിഡിലും ഡിസ്ട്രിബ്യൂഷനൊക്കെ കൊടുക്കുന്നേ പുറത്തൊക്കെ. അപ്പം പടം തകർക്കട്ടെ. 28-ാം തീയതി റിലീസാണ്. തകർക്കാൻ പോകുന്നത്.